ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇത് എൻ്റെ സ്വന്തം എഫ്സെഡ് വെർഷൻ 2 ആണ് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ബൈക്കാണ്. അപ്പോൾ ഇത് നമ്മൾ റിവ്യൂ വീഡിയോ ആയിട്ടൊന്നുമല്ല, കുറച്ച് ഡൗട്ട് പലരും എന്നോട് ഞാൻ ഇതിന് മുമ്പ് ചെയ്ത ഈ എഫ്സെഡ് വെർഷൻ 2ൻ്റെ റിവ്യൂ പലരും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. വലിയ ലെങ്ത് ഒന്നും ഉണ്ടാവില്ല, ചെറിയൊരു വീഡിയോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരും കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടുതൽ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നല്ല ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പലരും എന്നോട് ആദ്യം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, മൈലേജ് എന്ത് കിട്ടും? ആ ഒരു കാര്യം പറയണം. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് ഒരു കാര്യം മൈലേജും ലോ മെയിൻ്റനൻസും ആണ്. അങ്ങനെ നോക്കുന്നവർക്ക് ധൈര്യമായിട്ട് എടുക്കാം എഫ്സെഡ് വെർഷൻ 2. അതായത് മൈലേജ് എന്തായാലും 50 അബോ മര്യാദയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ കിട്ടും, ഷുവറാണ്. വേറെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നുമില്ല. മര്യാദയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ 50 അബോ എന്തായാലും കിട്ടും. ഇനി പിന്നെ ബാക്കി നമ്മൾ ലോങ് റൈഡിനനുസരിച്ചാണ്. നമ്മൾ അത്യാവശ്യം നല്ല ലോങ് റൈഡൊക്കെ പോകണമെങ്കിൽ ക്രൂസ് ചെയ്തൊക്കെ പോകുകയാണെങ്കിൽ നല്ല മൈലേജ് തന്നെ എഫ്സെഡ് വെർഷൻ 2 തരും കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എഞ്ചിൻ ഇടയ്ക്കിടയ്ക്ക് വർക്ക് കിട്ടുമോ, അതുപോലെ വഴിയിലാകുമോ എന്നൊക്കെ അങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത് യമഹയാണ്, മര്യാദയ്ക്ക് കൊണ്ടുനടന്ന നല്ല ലൈഫ് കിട്ടുന്ന എഞ്ചിനാണ്. അപ്പോൾ എൻ്റേത് ഏകദേശം 70,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ബൈക്ക്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഇതിന് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. 69,850 കിലോമീറ്റർ നിലവിൽ റൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കിതൊരു എഞ്ചിൻ സൈഡ് കാര്യമായിട്ട് ഒരു പണിയും കിട്ടിയില്ല. ഇതിനിടയ്ക്ക് ഒരു 60,000 കിലോമീറ്റർ അടുപ്പിച്ച് ക്ലച്ച് ഒന്ന് മാറി, അല്ലാണ്ട് വേറെ ഒരു പണിയും കിട്ടിയില്ല. ക്ലച്ച് മാറാ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സംശയം കൊണ്ട് ഞാൻ സാധനം മേടിച്ചു പോയി. അപ്പോൾ സംഭവം കഴിഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷേ ഞാൻ മാറി കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ ഏതായാലും മേടിച്ച സ്ഥിതിക്ക് ഇനി എന്തായാലും ഷോറൂമിൽ നിന്ന് സാധനം പുറത്തേക്ക് മേടിച്ചാണ്. ഇപ്പോൾ റിട്ടേൺ എടുക്കാത്ത സാഹചര്യത്തിലായതുകൊണ്ട് ഞാൻ മാറി കൊടുത്തുന്നുള്ളൂ. വേറെ എഞ്ചിൻ സൈഡ് ഒരു കംപ്ലയിൻറ്റും എനിക്ക് കിട്ടിയില്ല. പ്രോപ്പർ ഒരു 3000 കിലോമീറ്ററിൽ എഞ്ചിൻ ഓയിൽ ഒന്ന് ചേഞ്ച് ചെയ്യുക, അല്ല വേറെ ഒന്നും ചെയ്യേണ്ട. ഒരു കുഴപ്പമില്ലാതെ നീറ്റായിട്ട് ഇവൻ പൊക്കോളും. അതായത് ഇതിൻ്റെ എൻജിൻ സൈഡ് ഒന്ന് അഴിച്ചിട്ട് പോലും ഇല്ല. അതായത് പല ഭാഗങ്ങളും ആകെ ഇതിനെ അഴിച്ചിട്ടുള്ളത് ക്ലച്ച് കവർ മാത്രമാവും. ഈ ക്ലച്ച് കവർ ഒന്ന് അഴിച്ചിട്ടുണ്ട്, അതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും മാറേൻ്റെ. അല്ലാണ്ട് വേറെ ഒരു ഭാഗത്തും ഇതൊരു അഴിച്ചിട്ട് പോലുമില്ല. വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ ഹെഡിലാണെങ്കിലും കാര്യങ്ങളിലാണെങ്കിലും ഒരു വിഷയം ഓയിൽ ലീക്കോ ഒന്നും നിലവിലില്ല. അപ്പോൾ മര്യാദയ്ക്ക് കൊണ്ടുവരുന്ന നല്ല ലൈഫ് തന്നെയാണ് തന്നെ യമഹ എഫ്സെഡ് വെർഷൻ 2 നമുക്ക് പറയാം. അപ്പോൾ ലോ മെയിൻ്റനൻസ് ആണെന്ന് തന്നെ പറയാം. ഇപ്പോൾ ഒരു ഓയിൽ ചേഞ്ച് ആണെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 500 രൂപ 550 രൂപ മാക്സിമം എമൗണ്ട് നമുക്ക് വരുള്ളൂ. ഞാൻ യമഹയുടെ ജെന്യൂൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഓയിലിന് ഏകദേശം 430 രൂപയും ജെന്യൂൻ ഫിൽറ്ററിന് 70 രൂപ എന്തോ. പിന്നെ പുറത്തുനിന്നൊക്കെ നമ്മൾ മാറുകയാണെന്നുണ്ടെങ്കിൽ ഒരു 40 രൂപ 30 രൂപ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സർവീസ് ചാർജ് അത്രേ വരുള്ളൂ. അല്ലാതെ വേറെ അത്ര വലിയ എമൗണ്ട് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എമൗണ്ട് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്ന ഓയിലിനനുസരിച്ചാണ് കേട്ടോ. ഇതിലും കുറഞ്ഞ ക്വാളിറ്റി ഓയിൽ ഒഴിക്കാം. ഞാൻ യമഹയുടെ യമലൂബ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ എഞ്ചിൻ സൈഡ് നമുക്ക് വലിയ മെയിൻ്റനൻസോ പണി കാര്യങ്ങളൊന്നും വരാറില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത ബൈക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട്. അപ്പോൾ ഒരു കാര്യം, എഞ്ചിൻ നല്ല റിഫൈൻഡ് എഞ്ചിനാണ്, മൈലേജ് കാര്യങ്ങളുണ്ട്, വലിയ ഓവർ മെയിൻ്റനൻസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ഭാഗം കഴിഞ്ഞു. ഇനി അടുത്ത് എന്നോട് ഒരു ബ്രോ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എനിക്ക് ഡെലിവറി യൂസിന് വേണ്ടിയിട്ട്, അതായത് ഡെലിവറി ജോബിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് എഫ്സെഡ് വെർഷൻ 2 ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയില്ല. കുഴപ്പമില്ലാത്ത മൈലേജ് കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു ഇതിനെക്കാട്ട് മൈലേജ് യമഹയുടെ വേറെ സ്കൂട്ടറുകളുണ്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതൊക്കെ ചൂസ് ചെയ്യാമോ നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പിന്നെ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതിന് മിസ്സിങ്ങിൻ്റെ ഒരു കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മിസ്സിങ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിതുവരെ ഒരു മിസ്സിങ്ങും ഈ എഫ്സെഡ് വെർഷൻ 2 കിട്ടിയിട്ടില്ല. അപ്പോൾ 70,000 കിലോമീറ്റർ ഓടിയിട്ട് ഇതുവരെ ഇതിൻ്റെ ഫ്യൂൽ പമ്പ് അഴിക്കുക, ഇഞ്ചക്ടർ ക്ലീൻ ചെയ്യുക, അങ്ങനത്തെ ഒരു പരിപാടി എനിക്ക് കിട്ടിയിട്ടില്ല. അതായത് ഇഞ്ചക്ടർ ഞാൻ അഴിച്ച് ജസ്റ്റ് ക്ലീൻ ചെയ്തിരുന്നു. അതായത് എടുത്ത ടൈമിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് നോക്കിയിരുന്നു. വേറെ മിസ്സിങ് ആയിട്ടൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് അഴിച്ച് നോക്കി ഡസ്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. വേറെ എനിക്കൊരു ഇതുമേ കിട്ടിയിട്ടില്ല പൊതുവെ. അപ്പോൾ ഫ്യൂവൽ പമ്പിൻ്റെ പണി കിട്ടാനുള്ള മെയിൻ ഒരു കാരണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഫ്യൂവൽ അടിക്കാതിരിക്കുക, വേറെ ഒന്നുമല്ല. ഒരു 2 ലിറ്റർ എപ്പോഴും റിസർവ് ടാങ്കിൽ പെട്രോൾ ഉണ്ടാവണം ടാങ്കിൽ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇപ്പോൾ ഞാൻ എത്ര ഓടിയിട്ടും എനിക്കൊരു പണി പോലും കിട്ടിയിട്ടില്ല ആ ഭാഗത്ത് നിന്ന്. അതുകൊണ്ട് മിസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി നിങ്ങളൊരു വാഹനം ഇപ്പോൾ എഫ്സെഡ് വെർഷൻ 2 എടുക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ പമ്പ് കംപ്ലയിൻറ്റ് ഉണ്ടോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് നേരം ഓടിച്ച് നോക്കിയാൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും. ചിലത് പെട്ടെന്ന് മനസ്സിലാവില്ല. കൂടുതലും കിട്ടേണ്ടതാണ്, വേറെ ഒന്നുമില്ല. കുറച്ച് നേരം ഓടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാര്യമില്ലാതെ ബൈക്ക് ഓഫ് ആവുക, അതുപോലെ മിസ്സിങ് ആയിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടാവാതിരിക്കുക, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പമ്പ് അഞ്ചില്ലെങ്കിൽ ഇഞ്ചക്ടർ കംപ്ലയിൻറ്റ് ഉണ്ടാകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. അപ്പോൾ പമ്പിൻ്റെ ഭാഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി
നമുക്ക് പറയാനുള്ള ഇതിനൊരു കംപ്ലയിൻ്റ് എന്ന് പറയുകയാണെങ്കിൽ 2 കംപ്ലയിൻ്റ് ഉള്ളത്. അതായത് ബാക്ക് സ്വിംഗ് ആമിൻ്റെ ബുഷും ബെയറിങ് ഇടയ്ക്കിടയ്ക്ക് പോയി കിട്ടും. അതായത് നമ്മൾ കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെയിനും സ്പോക്കറ്റും മാറുന്ന ടൈമിൽ അപ്പം തന്നെ സ്വിംഗ് ആമിൻ്റെ ബുഷും ബെയറിങ്ങും മാറണതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. അതായത് ഇതിന് ചെയിൻ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണ പോലെയാണ്. നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്ത് കൊണ്ടുനടക്കുകയാണെന്നുണ്ടെങ്കിൽ 25,000 കിലോമീറ്ററൊക്കെ സുഖമായിട്ട് കിട്ടും. എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ബെയറിങ്ങിൻ്റെ ബുഷിൻ്റെ സ്വിംഗ് ആമിൻ്റെ പ്രശ്നം വരുമ്പോൾ നല്ല ഷെയ്ക്ക് വരും പുറകിൽ നിന്ന്. അപ്പോൾ നിങ്ങളൊരു വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോകുമ്പോൾ തന്നെ ഒരു ജസ്റ്റ് സെൻറ്റർ സ്റ്റാൻഡ് കയറ്റിയിട്ട് വീലൊന്ന് ഷെയ്ക്ക് ചെയ്യുമ്പോൾ തന്നെ സിംഗം ഒന്നാകെ ഷെയ്ക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു പണി വന്നാൽ അത്യാവശ്യം ക്യാഷ് ആവും കേട്ടോ. അപ്പോൾ അതിനൊരു പ്രതിവിധി പറയുകയാണെങ്കിൽ ഞാനിവിടെ 2 ബെയറിങ് ഇട്ടിട്ടുണ്ട്, 2 സൈഡും. നീഡിൽ ബെയറിങ്ങിൻ്റെ 2 ബെയറിങ് വരും. അത് 2 സൈഡും 2 വീതം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇടയ്ക്കിടയ്ക്ക് വരാറില്ല. മറ്റേത് ഇടയ്ക്കിടയ്ക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ചെയിനിസ് പോക്കറ്റും പ്രശ്നം, സ്വിംഗ് ആമിൻ്റെ പ്രശ്നം. അതായത് ചെയിനിസ് പോക്കറ്റ് മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോകും. ഇപ്പോൾ ചെയിനിസ് പോക്കറ്റും വിലയുണ്ട്, വലിയ വിലയൊന്നുമല്ല, ഒരു 1,500 രൂപ ടു 2,000 രൂപ ലെവലിൽ വരെയുണ്ട്. സ്വിംഗ് ആമിൻ്റെ ബുഷും ബെയറിങ്ങൊക്കെ പോകണമെങ്കിൽ 1,000 രൂപ ലെവലിൽ എന്തായാലും നിങ്ങൾ കാണണം. ജെന്യൂൻ പാർട്സ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അതായത് നമ്മളിവിടെ ലോക്കൽ പാർട്സിൻ്റെ കാര്യമല്ല പറയുന്നത്, ജെന്യൂൻ പാർട്സിൻ്റെ കാര്യമാണ് കേട്ടോ പറയണേ. അപ്പോൾ ആ ഒരൊറ്റ കംപ്ലയിൻറ്റ് പുറകുന്ന എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് വേറെ കാര്യപ്പെട്ട ഇതിന് കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് എനിക്ക് കിട്ടിയിട്ടില്ല. ഇതങ്ങനെ പെട്രോൾ അടിക്കുന്നു, ഓടുന്നു, ആ ഒരു ഇത് മാത്രമേ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇത് ലോങ് റൈഡൊക്കെ പോകുമ്പോൾ പലരും എന്നോട് ചോദിച്ച വേറൊരു കാര്യമാണ് ഈ പില്യൺ സീറ്റ് കംഫർട്ട് ഉണ്ടോ എന്ന്. അപ്പോൾ എന്നോട് പലരും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാകുമ്പോൾ പറയും കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട്, പക്ഷേ നമ്മളിങ്ങനെ ഒടിഞ്ഞു കുത്തിന്നിരിക്കേണ്ട, നല്ല സുഖത്തിൽ നിവർന്നിരിക്കാൻ പറ്റും, അത്യാവശ്യം നല്ല കംഫർട്ട് തന്നെയാണ് പറയാം. പക്ഷേ കുഷ്യനി പോരാ, കല്ല് പോലെയാണ് ഉള്ള കാര്യം പറഞ്ഞത്. അപ്പോൾ ലോങ്ങൊക്കെ പോകുമ്പോൾ നല്ല അറിയും. ഓടിക്കേണ്ട കംഫർട്ടാണെങ്കിൽ പോലും പക്കയാണ്. എൻ്റെ ഹൈറ്റിനനുസരിച്ച് പക്കയാണ് എനിക്ക് ഓടിക്കണ കംഫർട്ടും കാര്യങ്ങളും. എൻ്റെ ഏകദേശം 175 എൻ്റെ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് ഇതിൻ്റെ ഹാൻഡിലിൻ്റെ പൊസിഷനും കാര്യങ്ങളും ഒക്കെ സെറ്റാണ്. അപ്പോൾ എനിക്ക് ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ, ഈ സീറ്റിൻ്റെ തിക്നെസ്. അതായത് ഭയങ്കര ഹാർഡാണ്. ഒരൊറ്റ പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. പില്യൺ സീറ്റ് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനും പുറകെ പോകുമ്പോൾ എനിക്ക് കുഴപ്പമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഒരു കാര്യം ചോദിച്ചത് ടയർ ലൈഫൊക്കെ എങ്ങനെ കിട്ടണേ, പുറകിലെ ടയർ നമുക്കൊരു സൈഡ് വെട്ടി തേയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഷുവറായിട്ടും മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വെട്ടി തേട്ടോ. ചെയിനും കാര്യങ്ങളും പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യാതെ നമ്മൾ കൊണ്ടു നടക്കുക, അങ്ങനത്തെയൊക്കെ വരുമ്പോൾ പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം വെട്ടി തേയും. ഇതിപ്പോൾ ഞാൻ കറക്റ്റ് പ്രോപ്പറായിട്ട് കൊണ്ടു നടക്കുന്നതുകൊണ്ട് എൻ്റെ തേയ്മാനം, ടയറിൻ്റെ തേയ്മാനം ക്ലിയറാണ് കേട്ടോ. 2 ഭാഗം ഒരുപോലെ തന്നെയാണ് തേക്കുന്നത്. പക്ഷേ ഞാൻ അതിന് മുമ്പൊരു ടയർ ഇട്ടിരുന്നു, അത് ഇങ്ങനെ തേഞ്ഞ് പോയിട്ട് ഞാൻ ടയർ തിരിച്ചിട്ടൊക്കെ ചെയ്തിരുന്നു. അതായത് ബാക്ക് ടയർ തന്നെ ഒന്ന് തിരിച്ചിടുന്ന പരിപാടി ഉണ്ട്, ജസ്റ്റ് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിരുന്നു. പിന്നെ പുതിയ ടയറും പുതിയ ചെയിൻ സ്പോക്കറൊക്കെ മാറിയ ടൈമിൽ ഞാൻ കറക്റ്റായിട്ട് കൊണ്ടു നടക്കും. ചെയിൻ ഓവർ ലൂസാവാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് മുമ്പ് തന്നെ ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊണ്ടുനടന്നു കഴിഞ്ഞാൽ ടയർ ലൈഫും നല്ല രീതിയിൽ കിട്ടും. പിന്നെ സ്വിംഗ് ആമിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും നമ്മുടെ ടയറിന് പ്രശ്നം ഉണ്ടാവും കേട്ടോ. അതുപോലെ എന്നോട് വേറൊരു കാര്യം ചോദിച്ചത് ഈ 2018 FZ എന്ത് മാർക്കറ്റ് ഉണ്ട്. ഏകദേശം ഒരു 60-65 രൂപ ലെവലിലൊക്കെ മാർക്കറ്റ് ഉണ്ട്. പക്ഷേ വണ്ടിയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് കേട്ടോ. അതായത് എൻ്റെ 2018 നവംബറാണ്. ഒരു 60-65 ലെവലിലൊക്കെ നമ്മുടെ വാഹനത്തിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്യൂൽ പമ്പിൻ്റെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ വേറെ ഇപ്പോൾ കാര്യമായിട്ട് എനിക്ക് കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഈ ഷോക്ക് അബ്സർവർ അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, മോശോക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, എൻ്റെ ഇതുവരെ മാറിയിട്ടില്ല, അടുത്ത സാധനം തന്നെയാണ്. ഇതൊരു നോ കംപ്ലയിൻറ്റ്സ്, വേറെ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, വലിയ ലെങ്ത് ഒന്നുമില്ല, ചെറിയൊരു വീഡിയോ ആണ്. ചെറിയ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ട് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. സ്ഥിരമായിട്ട് ഇങ്ങനത്തെ കമൻറ്റ്സ് വരുമ്പോൾ നമ്മളിപ്പോൾ എല്ലാവരോടും റിപ്ലൈ കൊടുക്കുന്നതിന് പകരം ഒരു വീഡിയോ ചെയ്തെന്നുള്ളൂ. പക്ഷേ നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ റിപ്ലൈ തരും, അത് വേറെ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനൊക്കെ ചോദിച്ചോളൂ, എനിക്ക് അറിയണ കാര്യമാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരും. അപ്പോൾ ഒരു കാര്യം കൂടി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ ഫ്രണ്ട് ഷോക്ക് അബ്സോർബർ ഇടയ്ക്കിടയ്ക്ക് പണി തരലുണ്ടോയെന്ന്. അതായത് ഓയിൽസീലൊക്കെ പോയിട്ട് എനിക്ക് വല്ലാണ്ട് കിട്ടാറൊന്നുമില്ല കേട്ടോ. അതായത് ഇടയ്ക്കിടയ്ക്കൊന്നും പോകാറൊന്നുമില്ല, പക്ഷേ കാലപ്പഴക്കം കൊണ്ട് പോകാറൊക്കെ ഉണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയില്ല. ഇപ്പോൾ ഞാനെടുത്തിട്ട് ഒരു 2 പ്രാവശ്യം എന്തായാലും ഇതിൻ്റെ ഓയിൽ സീലും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് വീക്കായാൽ കുറച്ച് കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും മറ്റേ സൈഡും വീക്കാവും, അപ്പോൾ അതും ലീക്കാവും. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് തന്നെ ഞാൻ പറയാം. ഇടയ്ക്കിടയ്ക്ക് പണിയൊന്നും തരാറൊന്നുമില്ല. ഇനിയിപ്പോൾ അങ്ങനെ വന്നാൽ തന്നെ വലിയ എമൗണ്ടും കാര്യങ്ങളൊന്നും ആവില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യുക, സ്റ്റമ്പ് സ്ക്രാച്ച് ആക്കാൻ നിൽക്കരുത്. അപ്പോൾ തന്നെ വർക്ക്ഷോപ്പ് കൊണ്ടുപോവുക, ക്ലിയർ ചെയ്യുക. ഓയിൽ സീൽ അടിക്കണമെങ്കിൽ ഓയിൽ സീൽ അടിക്കുക. ഫുൾ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പണിയാവില്ല. പക്ഷേ സ്റ്റമ്പ് കാര്യങ്ങൾ മാറാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പണിയാവും. സ്ക്രാച്ചായിട്ട് മാറാൻ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എമൗണ്ട് വരും കേട്ടോ.
ഒന്നാമത് യമഹയാണ്, പല സ്പെയറിനും അത്യാവശ്യം നല്ല വിലയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. വലിയ ലെങ്ത്തുള്ള വലിയ വീഡിയോ ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് ഡൗട്ട് ചോദിച്ചു, ഞാനത് ക്ലിയർ ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നത് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.